എന്തിനാ ജിന്നു നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിനക്ക് മിടുക്കനായ ഒരു കുഞ്ഞിനെ കിട്ടിയില്ലേ? കരുമനെ എടുത്തു വെച്ചതുപോലുണ്ട്. എന്താ അവന്റെ പേര്? കതിരൻ. ത്രേസ്യാമ്മച്ചിയുടെ പേരാ. നല്ല പേര്. നിനക്ക് പ്രസവം കഴിഞ്ഞപ്പോ സംസാരശേഷി നഷ്ടപ്പെട്ടുവെന്നും ഒരു വശം തളർന്നുപോയെന്നും കുഞ്ഞിനെ കരുമൻ കൊണ്ടുപോയെന്നും അപ്പൂപ്പൻ ചെന്ന് കാലു പിടിച്ചപ്പോഴാ കുഞ്ഞിനെ തിരികെ തന്നെന്നൊക്കെ മമ്മി ഫോൺ ചെയ്തപ്പോ പറഞ്ഞു. പാർവതി ആന്റിയുടെ ചികിത്സ കൊണ്ട് അസുഖം കുറഞ്ഞു. അപ്പൊ പിന്നെ ഇനി സന്തോഷിക്കല്ലേ വേണ്ടത്? ഇല്ല സെറീന കുഞ്ഞെ, എനിക്കിനി ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നയാളാ അപ്പാപ്പൻ. എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈ നിലയിലാക്കിയ ആളാ പാർവതി ആന്റി. അവരെയൊക്കെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഓരോന്ന് പറഞ്ഞു ചെയ്തു വെറുപ്പിച്ചു. നീ വിഷമിക്കാതെ, ഞാൻ പറഞ്ഞ കരുമൻ കേൾക്കും. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. അങ്ങനെ പറഞ്ഞ ശരിയാവുമായിരുന്നെങ്കിൽ ആരെല്ലാം പറഞ്ഞു ആദിവാസികളെ കൂട്ടി പാർവതി ആന്റിയുടെ ക്ലിനിക്ക് തകർത്തു കരുമൻ. കുഞ്ഞിനെ അപ്പാപ്പൻ ആളെയും കൂട്ടി ചെന്ന് ബലമായി എടുത്തോണ്ട് വന്നതാ. അല്ലെങ്കിൽ കുഞ്ഞിനെ എനിക്ക് കാണാൻ പോലും പറ്റില്ലായിരുന്നു. എല്ലാം ഞാൻ അറിഞ്ഞു ജിന്നു. സോനയുടെ പേരിലുള്ള സ്വത്തുക്കൾ കേസിൽ കുരുങ്ങിക്കിടക്കുന്നതുകൊണ്ട് നിന്റെ പേരിലുള്ള തറവാടും പറമ്പും അപ്പൂപ്പൻ പ്രദീപിന് നൽകിയതും അത് പ്രദീപിന്റെ ഭാര്യ തട്ടിയെടുത്തതൊക്കെ ഞാൻ അറിഞ്ഞു. കരുമന് പണത്തിനോട് ഇത്ര ആർത്തിയുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആർത്തിയല്ല, വാശിയ. തോൽക്കാൻ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ആളാ കരുമൻ. ഞാൻ ഇവിടെ വന്ന് പ്രസവിക്കാൻ എന്നെ നിർബന്ധിച്ചത് അവനാ. കാട്ടിൽ നല്ല പ്രസവ ശുശ്രൂഷ കിട്ടില്ലെന്നും എനിക്ക് ആപത്ത് വരുമെന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ അവൻ എല്ലാവരും കൊല്ലുമെന്നും തിന്നുമെന്നും പറഞ്ഞ് നടക്കുക. ഇതേ കണ്ടില്ല എന്റെ കുഞ്ഞ്. അവന്റെ അച്ഛൻ എന്റെ മുന്നിൽ വെച്ച് അതിനൊന്നും തൊടുക പോലും ചെയ്തിട്ടില്ല. എനിക്കറിയാം നിന്റെ സങ്കടം. ഞാനും നീയും ഈ തറവാട്ടിൽ ഇത്ര സ്വാതന്ത്ര്യത്തോടെ കഴിയുന്നത് നമ്മുടെ അപ്പൂപ്പന്റെ നല്ല മനസ്സുകൊണ്ടാ. എല്ലാവരും എതിർത്തിട്ടും അന്യജാതിക്കാരിയായ എന്റെ മമ്മിയെ സ്വന്തം മകളെ പോലെ അപ്പൂപ്പൻ ഇവിടെ കൊണ്ടുവന്നാക്കി. അതും സ്വബോധം നഷ്ടപ്പെട്ട് ഗർഭിണിയായിരിക്കുമ്പോ അപ്പൂപ്പന്റെ നെഞ്ചിനോടൊട്ടി സോനയുടെ കൂടെ ഞാനും കളിച്ചു വളർന്നു. ആദിവാസിക്കുള്ളിൽ ജനിച്ചു വളർന്ന നിന്നെ നീരേറ്റ് തറവാടിന്റെ അവകാശിയാക്കിയതും ആ വലിയ മനസ്സാ. ചിന്നു, നമ്മളത് മറക്കാൻ പാടില്ല. മറക്കില്ല സെലീന കുഞ്ഞെ. മരിക്കും വരെ ഞാൻ നന്ദികേട് കാണിക്കില്ല. കരുമൻ ഞങ്ങള് രണ്ടാളെ ഉപേക്ഷിച്ചാലും ഞാൻ അപ്പാപ്പനെ തള്ളി പറയില്ല. ഞാൻ കരുമനെ ഒന്ന് കാണട്ടെ, എല്ലാം ശരിയാക്കാം. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നീ എന്താ ഒന്നും പറയാത്തത്? എന്റെ സുധീഷിനെ കണ്ടപ്പോ പറയാൻ കരുതിയിരുന്നതെല്ലാം ഞാൻ മറന്നുപോയി. നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു. പക്ഷേ നീ ഇങ്ങനെ എന്നെ കാണാൻ വരുന്നെന്ന് നിന്റെ ഭർത്താവ് മേനോൻ അറിഞ്ഞാൽ? അറിഞ്ഞാലെന്താ, വെടിവെച്ച് കൊല്ലുമായിരിക്കും. കൊന്നോട്ടെ. എന്നെ കൊന്നാലും എനിക്കെന്റെ സുധീഷേട്ടനെ കാണാതിരിക്കാൻ വയ്യ. എനിക്കറിയാം, ചതികൊണ്ടാ വീണ എന്റെ സുധീഷേട്ടനെ സ്വന്തമാക്കിയത്. അല്ലാതെ സുധീഷേട്ടന്റെ കുറ്റമല്ല. പ്ലീസ്, എന്നാലും വർഷ, നീ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. ഞാൻ വീണയുടെ ഭർത്താവുമാണ്. എന്നുവെച്ച് നമ്മളല്ലാതാകുന്നില്ലല്ലോ. ഞാൻ ഇന്നും
സുധീഷേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന വർഷയാണ്. എനിക്കറിയാം സുധീഷേട്ടന്റെ മനസ്സിലെ വീണയല്ല ഞാനാ ഉള്ളതെന്ന്. അല്ലെന്ന് പറയാൻ സുധീഷേട്ടന് കഴിയോ? വർഷ, വേണ്ട. ഇത് അപകടമാണ്. ഈ കൂടിക്കാഴ്ച നമുക്ക് വേണ്ട. വേണം. ഞാൻ എന്ത് പാടുപെട്ട ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയെന്നറിയോ? ഛേ, നിന്നെ നിന്റെ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുപോലെ. സ്നേഹം അത് സ്നേഹമല്ല, മാനസിക വിഭ്രാന്തിയാണ്. പൗരുഷം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ വെപ്രാളം. അയാൾ എന്നെ വിലക്കെടുത്തു, സ്വന്തം കൂട്ടിലിട്ട് വളർത്തുന്നു. ഞാൻ അനുസരണയുള്ള ഒരു നായാണെന്നാ ഗൾഫ് മേനോന്റെ വിചാരം. നീ എന്താ വർഷ സ്വന്തം ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അയാളൊരു ഭർത്താവാണോ? പണമുണ്ടായ മാത്രം മതിയോ? ഒരു പുരുഷനെന്ന് പറഞ്ഞാൽ പണക്കാരനെന്നാണോ അർത്ഥം? ഏതോ ഒരു ആക്സിഡന്റിൽപ്പെട്ട് ആണത്തും നഷ്ടപ്പെട്ട ഒരാളാണ് അയാൾ. അയാളുടെ പൊസസീവ്നെസ്സിൽ സ്നേഹമല്ല, ഭ്രാന്താണ്. പക്ഷേ ആ ഭ്രാന്ത് കാണാൻ നല്ല രസാ, വിശപ്പുണ്ട്. പക്ഷേ ഭക്ഷിക്കാനാവാത്തൊരു കടുവയെ പോലെ അയാൾ. അയാളുടെ വെപ്രാളം കാണുമ്പോ സത്യത്തെ എനിക്ക് ചിരി വരും. വർഷ, ഇത് ക്രൂരതയാ. അയാൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നീ പറയുന്ന എന്തും തരുന്നുണ്ട്. പക്ഷെ നീ നീ അയാളെ വഞ്ചിക്കുക. നോ, ഒരിക്കലും അല്ല. സുധീഷേട്ടാ, ആരും അവരവരുടെ സ്വന്തം സുഖം ത്യജിക്കാറില്ല. എന്റെ സ്വാർത്ഥത, എന്റെ സുഖം, അതാ എല്ലാവർക്കും വലുത്. ആരാ ഇത്ര വലിയ ത്യാഗി? ഒരാളെ കാട്ടിത്തരാമോ? ഒരു ജോലി വെച്ച് നീട്ടിയപ്പോ സുധീഷേട്ടൻ വീണയുടെ പുറകെ പോയി. അവളുടെ പണം, അവളുടെ സൗന്ദര്യം, അതിൽ സുധീഷേട്ടൻ വീണു. അവളുടെ കപട സ്നേഹം കണ്ട് മയങ്ങി. അവളുടേത് കപട സ്നേഹമല്ല വർഷ, അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നോൺസെൻസ്. സ്നേഹം പോലും. സുധീഷേട്ടൻ നിന്ന് ഗർഭം ധരിച്ചോളാ വീണ. എന്നിട്ട് എന്തായി? ഭർത്താവിൽ നിന്നും ആദ്യമായിട്ട് ഗർഭിണിയാവുന്ന സ്ത്രീക്ക് തന്റെ ഭർത്താവ് ദൈവമായിട്ടാ തോന്നും. അങ്ങനെ തോന്നാത്തോണ്ട് തന്നെയാ ആ ഗർഭം അവൾ അബോട്ട് ചെയ്തത്. ഇല്ല, അതല്ല സത്യം. അത് യാദൃച്ഛികമായി സംഭവിച്ചതാ, മനഃപൂർവ്വം കളഞ്ഞതല്ല. മനഃപൂർവ്വം കളഞ്ഞത് തന്നെയാ. എനിക്കതിന്റെ രഹസ്യം മുഴുവനും അറിയാം. സുധീഷേന്റെ കുഞ്ഞിനെ പ്രസവിക്കരുതെന്ന അവളുടെ അമ്മയുടെ ഉപദേശം അവൾ അനുസരിച്ചു. അങ്ങനെ സുധീഷേന്റെ കുഞ്ഞിനെ അവൾ കൊന്നു. ഇനിയെങ്കിലും സുധീഷയുടെ സത്യം അറിയണം. വീണ സുധീഷേനെ വിലക്കെടുത്തതാ. അവളുടെ അമ്മ ചില്ലറക്കാരിയൊന്നുമല്ല. ആ ഏസുകാരൻ വിഷ്ണുവിന്റെ ഭാര്യയായിരുന്നിട്ടും തന്നേക്കാൾ പ്രായം കുറഞ്ഞ ബോയ് ഫ്രണ്ട്സുമായിട്ട് കറങ്ങാനായിരുന്നു അവർക്ക് താല്പര്യം. നാട്ടിൽ പാട്ടായിരുന്നു അതൊക്കെ. സഹി കേട്ടപ്പോഴാ അങ്ങേര് വിദേശത്തേക്ക് പോയത് അവരെയും കൊണ്ട്. അവരുടെ മകളല്ലേ. അമ്മയുടെ ഗുണങ്ങൾ ഉണ്ടാവില്ലേ മകൾക്ക്? പ്ലീസ് വർഷ, സ്റ്റോപ്പ് ഇറ്റ്. സുധീട്ടാ, എന്റെ മനസ്സിന്റെ നൊമ്പരം ആരറിയാനാ? അന്നും ഇന്നും വർഷം ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, എന്റെ സുധീട്ടനെ. മരിക്കും വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. സുധീട്ടൻ ഒരു വാക്ക് പറഞ്ഞ ആ നിമിഷം ഞാൻ ഓടി വരും. സുധീഷനെ പോലെ പേരുമല്ല ഈ വർഷം. മധുരം ഇല്ലല്ലേ? ആ, ഇത്തിരി കുറവാ. ഇത്തിരിയല്ല, ഒട്ടുമില്ല. എനിക്കങ്ങനെ തോന്നിയില്ല. എനിക്ക് തോന്നി, കാരണം ഞാൻ അതിൽ മധുരം ഇട്ടിട്ടില്ല. ഓ, ശരിയാ. സി, യു ആർ നോട്ട് ഹിയർ. യു ആർ ഫാർ അവേ ഫ്രം മീ. എന്തൊക്കെയാ വീണ നീ പറയുന്നത്? ഞാനൊരു സത്യം പറയാം. സുധീഷേട്ടന്റെ മനസ്സിൽ ഞാനില്ല. വീണ, വാട്ട് യു ആർ ടോക്കിംഗ്? ഡോണ്ട് ബി സില്ലി വീണ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനസ്സിലൊന്നും പുറത്തും മറ്റൊന്നുമായി എങ്ങനെയാ ജീവിക്കുക? എനിക്കതിന് കഴിയില്ല. എന്ന് വെച്ചാൽ എനിക്കതിന് കഴിയുമെന്ന്.
വീണ, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. എല്ലാം ശരിയായി തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. സുധീഷേട്ടനും വർഷയും തമ്മിൽ ഇപ്പോഴും കാണാറുണ്ട്. നിങ്ങൾ ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നു. എന്താ ഒന്നും പറയാത്തത്? സത്യമല്ലേ? യാദൃച്ഛികമായി ചിലപ്പോൾ കണ്ടെന്ന് വരും. ഈ നാട്ടിൽ തന്നെയല്ലേ വർഷാമേനോനും താമസിക്കുന്നത്. പിന്നെ ബിസിനസ് രംഗം ഒന്ന് തന്നെ. ചിലപ്പോ ഇത്തരം മീറ്റിങ്ങുകൾ വേണ്ടിവരും അല്ലേ? എന്നല്ല. എന്തിനാ വീണ നീ ഓരോന്ന് പറഞ്ഞിങ്ങനെ മൂട് കളയുന്നത്? സി, ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. യു ആർ മൈ വൈഫ്. മതി, നിർത്ത്. എന്തിനാ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പച്ച കള്ളം വിളിച്ചു പറയുന്നത്? എന്നാ പിന്നെ വർഷയെ കണ്ടു, സംസാരിച്ചു. അതിനിപ്പോ എന്താ എത്ര തെറ്റ്? തെറ്റുണ്ട്. ദേ ഇവളെ, എന്റെ അനിയത്തിയുടെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തന്നത് ഇങ്ങനെ തോന്നിയാസം കാണിക്കാനല്ല. നിനക്ക് ഇങ്ങനെ ഒരു രഹസ്യം ഒന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പഠിക്കകത്ത് എന്നെ കയറ്റത്തില്ലായിരുന്നു. ആന്റി, എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. പണ്ട് വർഷയും ഞാനുമായി അടുപ്പമായിരുന്നു. അത് ഞാൻ മറച്ചു വെച്ചില്ലല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഷട്ട് അപ്പ്, യു ആർ ലയർ. ശ്വേത എന്നോടെല്ലാം പറഞ്ഞു. ഒന്നും ഓർത്തോ, വീണയെ എന്നെ ഏൽപ്പിച്ചിട്ടാ അവൾ സിംഗപ്പൂരിൽ പോയിരിക്കുന്നത്. ഇവിടെ അമ്മയെ പോലെ അല്ല ഞാൻ. വീണയെ ശ്വേതം പറ്റിച്ചതുപോലെ എന്നെ പറ്റിക്കാമെന്ന് നീ കരുതണ്ട. ഒരു പുരുഷന്റെ കള്ളത്തരം കണ്ട എനിക്ക് മനസ്സിലാവും. ഈ പാവം കുട്ടിക്ക് അതറിയില്ല. നീ വർഷയെ കണ്ടു അല്ലേ ഇന്ന് രാവിലെ? അത് ശരിയാണ്. ആ ഗൾഫ് മാനെ വിട്ട് വേണമെങ്കിൽ നിന്റെ കൂടെ വരാമെന്നോള് പറഞ്ഞു അല്ലേ? ഓഹോ, അപ്പോ ആന്റി ഇവളും കൂടെ കരുതിക്കുട്ടിയാണല്ലേ? അതേടാ, കരുതിക്കൂട്ടി തന്നെയാ. നീ ആരാന്നാ നിന്റെ ഭാവം? നീരേറ്റുകാരുടെ എച്ചിൽ ചെയ്യുന്ന ആ കേശു നായരുടെ അനന്തരവനല്ലേ നീ? ആ നിലവാരമല്ലേ നിനക്കുള്ളൂ. എന്റെ അനിയത്തിയുടെ മകളുടെ ഭർത്താവാകാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. അവിടെ സേവകനാവാനുള്ള യോഗ്യത നിനക്കുള്ളൂ. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തേ കിടക്കത്തില്ലെന്ന് എന്റെ അനിയത്തിക്ക് അറിയത്തില്ലായിരുന്നു. അനാവശ്യം പറയരുത്. ഞാൻ ഈ കല്യാണത്തിന് വേണ്ടി ആരുടെയും കാല് പിടിച്ചിട്ടൊന്നുമില്ല. തന്ത്രപൂർവം നീ ഇവളെ ട്രാപ്പ് ചെയ്തു. ഇവിടെ സ്വത്തുക്കൾ മോഹിച്ച്. എന്നിട്ടിപ്പോ പഴയ കാമുകിയായി ഒന്നിച്ചു കഴിയാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു. നടക്കില്ലടാ. നീ കരുതും പോലെ ഇവളെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മതി, നിർത്ത്. ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കൊന്നിട്ട് നിന്ന് പ്രസംഗിക്കുന്നോ? എനിക്കറിയാം. എന്നെ കളഞ്ഞിട്ട് ഇവളെ മറ്റൊരാളെ കൊണ്ട് മാരി ചെയ്യിക്കാനാ നിങ്ങളുടെ അനിയത്തിയുടെ ഉദ്ദേശം. എന്താ അത് നടക്കില്ലെന്ന് നീ കരുതിയോ? നിന്നേക്കാൾ യോഗ്യതയുള്ള 100 പുരുഷന്മാർ ഈ വീട്ടിൽ വന്ന് ക്യൂ നിൽക്കും. കാണണോ? കാണണം. നിങ്ങൾ ആ 100 പേരെ കൊണ്ട് ഇവളെ കെട്ടിച്ചു കൊടുത്തോ. ഞാൻ പോവാ. നിൽക്ക്, പേടിപ്പിക്കല്ലേ. നീ പോയ ഇവക്കൊരു ചുക്കുമില്ല. പക്ഷേ നീ തട്ടിയെടുത്ത പണം പലിശ സഹിതം തിരിച്ചേൽപ്പിക്കണം. നിന്റെ അമ്മയുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ. ഇല്ലെങ്കിൽ ഈ മഹേശ്വരിയുടെ തനി സ്വഭാവം നീ അറിയും. തരും. വാങ്ങിയ ശമ്പളം വരെ തിരികെ തരും. നിങ്ങളുടെ ഒരു പണം അതെന്റെ പട്ടിക്ക് പോലും വേണ്ട. എന്റെ ആത്മാഭിമാനം എനിക്ക് വലുത്. നീ സങ്കടപ്പെടണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത്.